തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 ടേം നിർബന്ധമാക്കി CPIM. 2 തവണ മത്സരിച്ച ശേഷം 1 ടേം മത്സരിച്ചിട്ടില്ലെങ്കിൽ 3-ാം തവണയും പരിഗണിക്കും. കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ഇളവ് വേണമെങ്കിൽ സംസ്ഥാന സമിതിയുടെ അനുമതി വേണം. റഹീസ് റഷീദ് വിവരങ്ങളുമായി. ഇപ്പോൾ 2 ടേം നിർബന്ധമാക്കിയുള്ള തീരുമാനം വരികയാണ്. എങ്ങനെയാണ് പുതിയ നിബന്ധന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ? സ്മൃതി, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഏതാണ്ട് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി എത്തിയിരിക്കുന്നത്. മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ടേം വ്യവസ്ഥയുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായി 2 ടേം മത്സരിച്ചവർക്ക് പിന്നീട് അടുത്ത തവണ മത്സരിക്കാൻ പറ്റില്ല. അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ CPIM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചവർക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല. പക്ഷേ കഴിഞ്ഞ 2 തവണ മത്സരിച്ച ആളുകൾ ഇത്തവണ മത്സരിക്കാതിരുന്നിട്ട് അടുത്ത തവണ വീണ്ടും മത്സരിക്കാം. ആ തരത്തിൽ തുടർച്ചയായ 2 തവണ എന്നതാണ് കർശനമാക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന നിലപാട് CPIM എടുത്തിരിക്കുന്നു. പകരം അവർക്ക് മത്സരിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് മത്സരിക്കട്ടെ എന്നതാണ് തീരുമാനം. ഒപ്പം കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ഇനി ആർക്കെങ്കിലും വിജയസാധ്യത ഇന്നയാൾ മത്സരിച്ചാൽ മാത്രമേ ഉണ്ടാകൂ എന്ന ഒരു നിർബന്ധിത സാഹചര്യമുണ്ടെങ്കിൽ 3-ാമത്തെ തവണ അങ്ങനെ ആർക്കെങ്കിലും മത്സരിക്കണമെങ്കിൽ കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും മത്സരിക്കേണ്ടവരുടെ കാര്യത്തിൽ CPI-യുടെ സംസ്ഥാന സമിതിയായിരിക്കും തീരുമാനമെടുക്കുക. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ അങ്ങനെ ആരെങ്കിലും മത്സരിക്കേണ്ട നിർണായകമായ തീരുമാനം എടുക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതാത് ജില്ലാ കമ്മിറ്റികൾക്കും തീരുമാനമെടുക്കാം എന്നതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. അതായത് ഒരു നിർണായകമായ തീരുമാനം എന്ന് പറയുന്നതിനപ്പുറം അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ സ്ഥാനാർത്ഥികളായി ആയിരക്കണക്കിന് പുതുമുഖങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് അതിൻ്റെ ഒരു അനുകൂലമായ ഘടകം. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.